ഇന്നത്തെ വീഡിയോ ഹോം എലോൺ വീഡിയോ ആണ് ഗായ്സ്. ഞാനും ലിയോ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെ പണി എടുത്തു, എന്തൊക്കെ ജോലി ചെയ്തു, ഞാൻ പിന്നെ ഹോം എലോണിൽ എന്തൊക്കെ കാണിക്കുന്നത് അതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 12:30 ആയപ്പോഴേ എണീറ്റ്. രാവിലെ 8 മണിയായിട്ട് കണ്ണ് തുറന്ന് ഞാൻ നോക്കി, പിന്നെ ഒരു 9 മണിയാകുമ്പോൾ എണീക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നേ, പക്ഷേ 12:30 ആയപ്പോഴാണ് എണീറ്റത്. അങ്ങനെ എണീറ്റ പാടെ ഞാൻ പോയി കുളിച്ച് ഗായ്സ്. ആദ്യത്തെ അത്ഭുതം ചെയ്തില്ലേ, ആദ്യത്തെ അത്ഭുതമായിട്ട് തന്നെ ഞാൻ പോയി കുളിച്ചിട്ട് അങ്ങനെ വെറുതെ ഭയങ്കര ഫ്രഷായിട്ടെല്ലാം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുളിച്ച്, പിന്നെ മുഖത്തൊക്കെ എന്തൊക്കെയോ വാരി അങ്ങ് തേച്ച്, പിന്നെ ലിപ് ബാമൊക്കെ തേച്ച്, പിന്നെ മുടിയിലും കുറേ സെറമൊക്കെ അടിച്ച് വരെ തേച്ച്, അങ്ങനെ കുറേ നേരം കണ്ണാടിയിലൊക്കെ നോക്കി ഞാൻ എൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കാറുണ്ട്. നിങ്ങളങ്ങനെ നിൽക്കുമോ? ഞാൻ എപ്പോഴും അങ്ങനെ നിൽക്കും, അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ നിൽക്കാറുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ താഴോട്ട് പോയി. വീട്ടിൽ നിന്ന് ആരുമില്ലല്ലോ ഗായ്സ്. അങ്ങനെ നേരെ താഴെ വന്ന് ഫോൺ കുത്തിയിട്ടപ്പോൾ തന്നെ മമ്മി വിളിച്ച്, പിന്നെ മമ്മിയായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി, ചായ ഇടുന്നതിന് മുന്നേ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് ചായ കുടിക്കാമല്ലോ. ഇന്ന് നമ്മളൊരു ഹോം എലോൺ വീഡിയോ ആണ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ടൊന്ന് ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം. വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഫുൾ ടൈം കിടന്നുറങ്ങാം, ഞാനതിൻ്റെ ഒന്നെങ്കിൽ ഫുൾ ടൈം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. ഞാൻ 2 കാര്യങ്ങൾ ചെയ്തു. ഞാനൊരു 12:30 ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ അത്യാവശ്യം ഉറക്കം കിട്ടി. ഇനി പ്രൊഡക്റ്റീവാണ്. രാവിലെ എണീറ്റു, അടുക്കളയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് വേണ്ടി ഞാൻ ചായ ഇട്ട്. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യമേ ചായ കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് ഉച്ചത്തെ ഭക്ഷണത്തിനായിട്ട് ഓർഡർ ചെയ്യണം. ഭക്ഷണമൊക്കെ വെളിയിൽ കഴിക്കണം, ഹോമയിലാകുമ്പോൾ ഭക്ഷണമൊക്കെ വെളിയിൽ കഴിക്കണം. ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വെളിയിൽ കഴിക്കും. നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. വെറൈറ്റി നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്താലോ? എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഓർഡർ ഫുള്ള് കഴിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ വയറ് നിറയും. ഇത് ഭയങ്കര ഇതാണ്, ഭയങ്കര ഹെൽത്തിന് നല്ലതല്ല. നമുക്ക് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മതി, എത്രയും കഴിച്ചാൽ മതി. ഞാനങ്ങനല്ല, അത്രയും ബാലൻസ് ചെയ്യുന്നില്ല. എനിക്ക് ഇട്ടിട്ട് പോകുമ്പോൾ സങ്കടമാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് നാളേക്കും ശരി ആ ബിരിയാണി മൊത്തം കഴിച്ചിട്ട് വരേണ്ടതായിരുന്നു കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അത്ര സങ്കടം എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുഴുവൻ തീർത്തിട്ടേ ഞാൻ വരും. എനിക്ക് സങ്കടം വരാൻ പാടില്ല. രാവിലെ എനിക്ക് കുളിക്കൊക്കെ ചെയ്ത് ഞാൻ സാധാരണ ഞാൻ ചെയ്യാത്തതാണ്. ഇന്ന് ഞാൻ അതൊക്കെ ചെയ്തു. ചായ അയ്യോ ഇനി വീട്ടിലെ പ്രത്യേകത ഫുഡ് ഓർഡർ ചെയ്യും. ജ്യൂസെല്ലാം കുടിച്ച് ചായ കേട്ടോ, തണുത്ത് ഒരുപാട് ചൂട് ചായ വെക്കില്ല. എല്ലാം വാഴെല്ലാം പെട്ടെന്ന് കൊള്ളും, അത്ര സെൻസിറ്റീവാണ്. രാവിലെ എനിക്കിത് കഴിക്കുന്നത് പ്രശ്നം തന്നെ. എന്തൊക്കെയോ പറയുക ആവശ്യമില്ലാതെ വീഡിയോ എടുത്തിട്ട്. അത് കൊള്ളായിരുന്നു കേട്ടോ. ഡു ട്രൈ. ഈ സാധനം കാണിച്ചത് നോക്ക്, വാങ്ങിക്കോ. ഈ സോസ് ഉണ്ട്, ഒരു കാര്യമില്ല, ഒരു ടേസ്റ്റും ഇല്ല. അതെടുത്ത് ദൂരെ കളയണം. ഈ സാധനം മാത്രമായിട്ട് കിട്ടിയ വാങ്ങിക്കോ. പിന്നെ വേറൊരു ഗതിയില്ലെങ്കിൽ ഇത് 2 വാങ്ങിക്കോന്നല്ല, ഇതിങ്ങനെ അറ്റാച്ച്ഡ് ആണ്, കണ്ടോ, ഫ്രീ ആണ്. ഒരാവശ്യമില്ലാത്ത ടിപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എത്ര നേരം ഈ കളയുന്ന ഞാൻ സംസാരിച്ച് ഞാൻ നിർത്തുന്നില്ല. കുളുകാൻ വേണ്ടിക്കൊണ്ടേയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനൊരു കമ്പനി വേണം കേട്ടോ, അല്ലാണ്ട് ഞാൻ വേണ്ടത്തില്ല. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇത് ഇപ്പൊ ശരിക്കും സംസാരിക്കുന്നത് ഇതിനകത്താണ്. ഒരുപാട് ഞാൻ വേണ്ട. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് ആർക്കൊക്കെ ശീലമുണ്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ? വണ്ടിയിലൊക്കെ പോകുമ്പോൾ എന്തൊരു വർത്താനം ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വേണ്ടിക്കൊണ്ടിരിക്കാൻ. ആരും വേണമെന്നൊന്നും ഇല്ല, ഞാനുണ്ട്. എത്ര സമയം കളയുന്നു, ഇതൊക്കെ ചെയ്യാൻ
ജോയിൻ ചെയ്യുന്ന കേട്ടോ പറഞ്ഞു നിർത്തിയത് കൃത്യമായിട്ട് പറഞ്ഞു പണി ആൾ മറന്നുപോയി. ലിയോ എന്നെ പോലെ ആയി തുടങ്ങി. എന്നെ പോലെ 12 അന്ന് ഇരിക്കുന്നത് എൻ്റെ കൂടെ കൂടിയിട്ടാണ് തോന്നുന്നു. രാത്രിയൊക്കെയുണ്ടല്ലോ ഞാൻ എത്ര നേരം എണീച്ചിരിക്കുന്നു അത്ര നേരം ലിയോ എണീച്ചിരിക്കും. അത് ഉറങ്ങൂല. സാധാരണ പട്ടികളൊക്കെ ഉറങ്ങത്തില്ല. ഞാൻ മൂന്നാണെങ്കിലും അതൊന്നുമില്ല, ഫുൾ ഉറക്കമായിരിക്കും. രാത്രിയാണെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ മാത്രമേ എണീക്കത്തുള്ളൂ, അല്ലാതെ ഫുൾ ഉറക്കമായിരിക്കും. ഇതിനങ്ങനെയല്ല, എൻ്റെ കൂടെ നിൽക്കി ഇങ്ങനെ. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇങ്ങനെ നോക്കിയിരിക്കും എന്താ ചെയ്യുന്നത്. നമ്മൾ കിടന്നാൽ മാത്രമേ അവർ കിടക്കത്തുള്ളൂ. പുതിയ ഡിസൈനാണ്. കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇത് ഇത്ര നേരം ഇരുന്ന് മിണ്ടുന്നിരിക്കുന്നതാണ്. അവിടെ സ്റ്റെപ്പിൽ ഇരിക്കും, അതുണ്ടോ ഇങ്ങനെ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കും എപ്പോഴും. ഓടിവാ താമരക്കണ്ട, ഓടിവാ ഓടിവാ പൊന്നോടിവാ ചക്കര ഓടിവാ ഓടിവാ ആണ്ട് ഓടി വരുന്നത്. ഞാൻ ഓടിവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിണ്ടും 2:38 എന്തോ ഈ മിണ്ടുന്നേ എന്ത് വാ ഇത്. നമുക്ക് ഇനി എന്തായാലും ഒന്നുമില്ല, ഇനി ഒരു വർത്താനം ഇല്ല. മൂട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ലിയോപ്പിക്ക് കൊടുക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. പ്രൊഡക്റ്റീവിറ്റി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സൗണ്ട് കാണിക്കാം. കുട്ടികൾ വേണ്ട, ഹായ്. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സൗണ്ട്. നമുക്കപ്പോൾ ലിയോപ്പിയുടെ മിന്നി വറക്കാം. മിന്നി വറുത്തത് ഇവനെ കൊണ്ട് തൂക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഒരു സൂത്രം എടുക്കട്ടെ. ഒരു ചൂരലുണ്ട്, ചൂരൽ എന്ത് ചെയ്യണോ? ചൂരലെടുത്തിട്ട് വരാം കേട്ടോ, ഇനി വിഷമമാവുന്നു. ഗോയ്സ്, ഞാൻ മണ്ടയിൽ ഈ സ്റ്റിക്ക് എടുക്കാൻ പോയതാണ്, പക്ഷെ ചൂല് കൊണ്ടാണ് പോയത്. പിന്നെ എനിക്ക് തിരിച്ച് കയറി വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം തൂത്തിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. സത്യമായിട്ട് കണ്ട് ഇറങ്ങുന്നുണ്ടോ? ഗോയ്സ്, കറണ്ട് ഇല്ല, വെള്ളം കുറവ്. എന്തൊക്കെ വിചാരിച്ചു പറയും, തുണി അലക്കാം, ഇവിടെ എല്ലാം തുടയ്ക്കാം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാം, ഇങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു. ഞാനെന്ത് ചെയ്യാനാണ്? കറണ്ട് എന്നെ സമ്മതിച്ചില്ല ഇതൊന്നും ചെയ്യാൻ. അതുകൊണ്ട് എന്ത് തെറ്റല്ല, ഇല്ലെങ്കിൽ അതെല്ലാം ചെയ്യാനേ. ഇപ്പം വന്ന വീട് മുഴുവൻ പൈസയാണ്. ഞാൻ കഴിക്കട്ടെ. ലിയക്ക് കൊടുത്തപ്പോൾ അവൻ്റെ മീൻ വറുത്തിൽ നിന്ന് കട്ട് നിന്ന് പറയാം. പിന്നെ ഒന്നും കഴിച്ചില്ല, കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഫുഡ് ബ്ലോഗർ ആവാം. ഇതും രണ്ടും എനിക്കിഷ്ടമല്ല. ആദ്യമേ എൻ്റെ പൊന്നിന്. ചിക്കനൊക്കെ നല്ല ചിക്കനാണ് കേട്ടോ. ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ്. കൊള്ളാം. നെറ്റ്ഫ്ലിക്സിൽ പടം കാണാം. യോപ്പിക്ക് ഇതുവരെ സങ്കടങ്ങളൊന്നും മാറിയിട്ടില്ല. ചേച്ചിനില്ലാത്ത മോഹം കണ്ടോ? ഡിപ്രഷൻ നല്ല മോനാണ്. ഉറങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുക. ഉറങ്ങുന്ന. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതുപോലെ വീഡിയോ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.